ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ എല്ലാ കാലത്തും മഴ എത്തുന്നതിന് മുൻപ് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ വളരെ മെല്ലെയാണ് കാര്യങ്ങൾ നടത്തുന്നത്. സർക്കാർ സംവിധാനങ്ങളിൽ അല്ലെങ്കിൽ ഈ കോർപ്പറേഷന്റെ സംവിധാനങ്ങളൊക്കെയും ഒരു മെല്ലെപ്പോക്ക് കാണിക്കുന്നു. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും ഉദ്യോഗസ്ഥർ പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നതാണ് അവസ്ഥ. മുറിഞ്ഞപാലം ജംഗ്ഷനിൽ ഡ്രെയിനേജ് പൊട്ടിയൊഴുകാൻ തുടങ്ങിയിട്ട് 3 മാസമായിരിക്കുന്നു. മഴ ആരംഭിച്ചതോടെ പ്രദേശത്തു കൂടി പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ഓടകളിൽ നിന്ന് കോരിയിട്ട മാലിന്യം എടുത്തു മാറ്റിയിട്ടില്ലെന്നും നാട്ടുകാർ പറയുകയാണ്. ദുർഗന്ധം സഹിക്കവയ്യാതെ പ്രദേശവാസികളൊക്കെയും കടുത്ത പ്രതിഷേധത്തിനാണ്. ഏകദേശം ഒരു 3 മാസത്തോളമായി. ഇപ്പം ഇത്രയും ക്രൂഷ്യലായിട്ട് 3 ആഴ്ചയായി. ഈ ഡ്രെയിനേജ് പൊട്ടി ഒഴുകി ഇതിലെ പോകുന്ന ആൾക്കാരുടെ മൊത്തം ദേഹത്ത് ഞങ്ങൾ കച്ചവടക്കാർ ഇവിടെ ഇരിക്കുന്ന വളരെ പേടിച്ചാണ്. കാരണം ഈ വണ്ടിയെല്ലാം എല്ലാം വെള്ളം അടിച്ച് നമ്മുടെ കടകളിലാണ് കയറുന്നത്. മേയറെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. 6 പ്രാവശ്യം മേയറെ വിളിച്ചു, മേയർ ഫോൺ എടുക്കുന്നില്ല. അതുപോലെ മേയറുടെ ഓഫീസിൽ വിളിച്ചിട്ട് ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. പിന്നെ മേയറുടെ PA വിളിച്ചു, എന്നിട്ടൊന്നും അവരാരും ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ദുർഗന്ധം എന്ന് മാത്രമല്ലെന്ന് ഇത് ചൊറിച്ചിലാണ്. ദേഹത്ത് വീണ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചൊറിച്ചിലാണ്. അതെ, പൈപ്പ് കിട്ടിയതാണ്. 3 മാസമായി പ്രശ്നം ഇങ്ങനെയുണ്ട്. 3 മാസമായിട്ട് പ്രശ്നം ഇതുപോലുണ്ട്. അരുൺ സോളമനാണ് ചേരുന്നത്. അരുൺ, ഈ മുറിഞ്ഞ പാലത്തെ മാത്രം കാഴ്ചയാണ് ഇത്? എല്ലായിടത്തും ഇതാണോ അവസ്ഥ? എന്താണ് സാഹചര്യം? നമ്മൾക്ക് മേയറുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു. ഈ നാട്ടുകാർ വിളിക്കുമ്പോൾ അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഫോണിൽ കിട്ടുന്നില്ല. എന്താണ് നിലവിലെ ഒരു സാഹചര്യം? ഉദ്യോഗസ്ഥരുടെ ഒരു മറുപടി എന്താണ്? കോർപ്പറേഷന്റെ നടപടികൾ എന്തെങ്കിലും ആയിട്ടുണ്ടോ? ഒരിടത്തെ മാത്രം അവസ്ഥയാണോ ഇത്? മറ്റെല്ലായിടങ്ങളിലും ഇതാണോ? മഴക്കാല പൂർവ്വ ശുചീകരണം എന്നതൊരു തട്ടിപ്പായി മാറുകയാണോ? ഈ മഴക്കാല പൂർവ്വ ശുചീകരണം 1 മാസം മുൻപാണ് ഇതിന്റെ ഉദ്ഘാടനം കോർപ്പറേഷൻ നിർവഹിച്ചത്. തുടക്കത്തിലുള്ള ഒരു ആവേശം പിന്നീടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഒരിടത്തുള്ള ഒരു പ്രശ്നമല്ല. പക്ഷേ മുറിഞ്ഞപാലത്തിലുള്ള നിലവിലുള്ള ഈ ഡ്രെയിനേജ് പൊട്ടിയൊഴുകിയുള്ള ഒരു കാഴ്ച 3 മാസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ മഴക്കാലം ആരംഭിച്ചപ്പോൾ 2 ആഴ്ച പിന്നിടുന്നു. അപ്പോഴേക്കും അത് സ്ഥിതിഗതികൾ രൂക്ഷമായിരിക്കുകയാണ്. കാരണം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന പ്രധാന പാതയാണ്. ഈ ഭാഗത്ത് തന്നെ 3 ഭാഗങ്ങളിലേക്ക് തിരിയുന്ന ഒരു സിഗ്നലുണ്ട്. അവിടെ വാഹനങ്ങൾ നിർത്തുമ്പോൾ തന്നെ ഈ പ്രത്യേകിച്ചും ഇരുചക്ര വാഹനങ്ങളിൽ എത്തുന്നവരായാലും കാൽനട യാത്രക്കാർക്കായാലും പോകാനും വരാനും വലിയ ബുദ്ധിമുട്ടായി മാറുന്നു. മറ്റൊന്ന്, മെഡിക്കൽ ഷോപ്പുകളും ധാരാളം ശസ്ത്രക്രിയ ഉപകരണങ്ങളൊക്കെ വിപണിയിൽ വിൽക്കുന്ന ധാരാളം ഷോപ്പുകളുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ ഇരിക്കുന്ന കച്ചവടക്കാർക്കും ഇപ്പോൾ ഈ ദുർഗന്ധം സഹിച്ച് വിൽപ്പനയ്ക്ക് പോലും ഇരിക്കാൻ കഴിയാത്തൊരവസ്ഥയായി കാര്യങ്ങൾ മാറി. ഏറ്റവും പ്രധാനം, ഈ 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ നഗരസഭ, അന്ന് മേയർ ആര്യ രാജേന്ദ്രനായിരുന്നു, അന്ന് തന്നെ ഈ ജോയിയുടെ മരണത്തിന് ശേഷം ആമേഴഞ്ചൻ തോടടക്കം ഈ തോടുകളിലേക്ക് നേരിട്ട് മാലിന്യം എത്താതിരിക്കാനായിട്ട് ട്രാഷ് ബൂമുകൾ സ്ഥാപിച്ചിരുന്നു. പക്ഷേ ഈ ട്രാഷ് ബൂമുകൾ കൃത്യമായിട്ട് അതിലേക്ക് മാലിന്യം എത്തുമ്പോൾ തന്നെ അത് കൃത്യമായിട്ട് മാറ്റേണ്ടുന്ന ഒരു ചുമതല നഗരസഭയിലെ ജീവനക്കാർക്കുണ്ട്. പക്ഷെ അതൊന്നും തന്നെ കൃത്യമായിട്ട് പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ പരിപാലന ചുമതലയിലുള്ളവർ കൃത്യമായി നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ് നിലവിലുള്ള സ്ഥിതിഗതികൾ. അങ്ങനെ വന്നപ്പോൾ തന്നെ ട്രാഷ് ബൂമുകൾ നിറഞ്ഞ് കവിഞ്ഞ് മാലിന്യം ഇപ്പോൾ ആമേഴഞ്ചൻ തോടിലും പാർവതി പതിനാറിലും നേരിട്ട് പതിക്കാൻ തുടങ്ങി. അങ്ങനെയായപ്പോൾ ഈ 2 ആറുകളും പ്രത്യേകിച്ചും നഗരത്തിന്റെ ഹൃദയഭാഗങ്ങളിലൂടെ ഒഴുകി ആക്കുളം കായലിലേക്കാണ് ഇതൊക്കെ എത്തിച്ചേരുന്നത്. അവിടെ ഇപ്പോൾ ഒഴുക്ക് തടസ്സപ്പെട്ട ഒരു കാഴ്ചയാണ്. കാലവർഷം എത്താൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ നഗരത്തിലെ പ്രധാനപ്പെട്ട പ്രത്യേകിച്ചും താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളക്കെട്ട് ഭയന്നാണ് ജനങ്ങൾ താമസിക്കുന്നത്. വിനീത, ശരി, ഏതായാലും അതാണ് അവസ്ഥ. ഞങ്ങളും മേയറെ വിളിച്ചു നോക്കിയിരുന്നു, അദ്ദേഹം ഫോൺ എടുത്തിട്ടില്ല. ഏതായാലും അരുൺ സോളമൻ, മേയറുടെ പ്രതികരണം ഇക്കാര്യത്തിൽ തേടേണ്ടതുണ്ട്. നഗരസഭയുടെ, കോർപ്പറേഷന്റെയും മേയറുടെയും ഒക്കെ അടിയന്തര ശ്രദ്ധ ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ആ പ്രദേശത്തുള്ള കൗൺസിലർ, അദ്ദേഹത്തിന്റെ കൂടി ഇടപെടൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ അടിയന്തരമായി അത് പൂർത്തിയാക്കിയില്ലെങ്കിൽ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് എത്തും കാര്യങ്ങൾ എന്നത് തന്നെയാണ് അരുൺ സോളമൻ റിപ്പോർട്ട് ചെയ്യുന്നത്.